നമസ്കാരം, ഏവർക്കും ജൂൽ ജംഗ്ഷൻ മീഡിയയിലേക്ക് സ്വാഗതം. പുത്തംകുളം വയലേലകളിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന താമരയുടെ ദൃശ്യഭംഗി നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാനൊരു വീഡിയോയുമായി വന്നിരിക്കുന്നത്. വയലിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തായി സമാധാനത്തിൻ്റെ നിറവുമായി താമരപ്പൂക്കൾ വിരിഞ്ഞു. ആരും നട്ടുവളർത്തുകയോ പരിപാലിക്കുകയോ ചെയ്യാതെ പ്രകൃതിദത്തമായി വളരുകയും പുഷ്പിക്കുകയും ചെയ്ത താമരയുടെ സൗന്ദര്യം ആസ്വദിക്കുന്നതിനും ചിത്രങ്ങൾ പകർത്തുന്നതിനും നിരവധി ആൾക്കാർ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഉത്സവ സീസൺ തുടങ്ങിയതോടെ വിവിധ ക്ഷേത്രങ്ങളിലെ ആവശ്യത്തിനായും താമരയ്ക്കായി ആവശ്യക്കാരെത്തുന്നുണ്ട്. പുത്തൻകുളം വയലിൽ ശിവക്ഷേത്രത്തിന് അഭിമുഖമായാണ് ഈ താമരപ്പാടം സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായ ഈ താമര കാഴ്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. മാസത്തോളാവും ഈ താമര ഇവിടെ വന്നിട്ട്. 9 മാസം. ഇതെല്ലാം വെള്ളയാണല്ലേ ഇവിടെ ഉള്ളത്? ഇതെല്ലാം വെള്ളയാണ്. വെള്ളയിൽ ഇവിടെ പിടിച്ചോളൂ, അല്ലാതെ ഒന്നും പിടിച്ചിട്ടില്ല. ഇല്ല, മഴയൊക്കെ പെരും മഴയൊക്കെ പെയ്തതിൻ്റെ മുമ്പ് ആ സമയത്ത് അവിടെ ഒരു കുഞ്ഞൂര് തൈ ഇല്ല ഇവിടെ വന്ന്. അപ്പോഴാ നമ്മൾ വിചാരിച്ച ആമ്പലായിരിക്കുമെന്ന്. അപ്പോഴാ നമ്മൾ വിചാരിച്ച ആമ്പലല്ലേ. പിന്നെ നോക്കിയപ്പോൾ വയൽ മൊത്തം അങ്ങായി, പൂ ഉണ്ടങ്ങ് അഭിഷേകം. അങ്ങനെ ആളുകൾ അറിഞ്ഞു വന്ന് നടയിലേക്കും അവിടത്തേക്കും ഇവിടത്തേക്കും നാവേക്കുളത്ത് അമ്പലത്തിൽ പറയണ്ട, ഈ ലോകത്ത് ഞാൻ ഓച്ചറ വരെ കൊണ്ടുവച്ചു ഇവിടെ നിന്ന്. നമ്മൾ ശൗചാലയിൽ പോയപ്പോഴേ എന്തായാലും ഒരു ഭാഗ്യമാണ്. അതൊരു ദൈവത്തിൻ്റെ ദൈവപുഷ്പമായിട്ടല്ലേ കണക്കാക്കുന്നത്. അപ്പം അതിവിടെ വിരിയുക എന്നുള്ളത് വളരെ ഒരു ഭാഗ്യം തന്നെയാണ് നമ്മുടെ പുത്തൻകുളത്ത്. ഇതുണ്ട്, അല്ല നമ്മളിത് കൊണ്ടിട്ടല്ല. അല്ലെങ്കിൽ ഇത്രയും വർഷമായിട്ട് ഈ വയലിങ്ങനെ താമര, നമ്മളെ വയൽ പണ്ട് പൂതക്കുളത്ത് ചെറിയലുണ്ടായിരുന്നു, അത് ചുമപ്പായിരുന്നു, അത് നമുക്കറിയാം. ഇന്ന് ഈ താമര ഇപ്പോൾ ഉണങ്ങി, ഇന്നിപ്പോൾ ഉണങ്ങിപ്പോയി. ഇനി എന്തോ ചെയ്യുമെന്നും പറഞ്ഞ് നമ്മൾ വീട്ടിലിരിക്കുക. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കിടക്കുന്ന നമുക്ക് നല്ലതല്ലേ. അല്ല, ഉണങ്ങിപ്പോയാലും ഇതിൻ്റെ വേരുമൊക്കെ ഇവിടെ ഉണ്ടാകും. അടുത്ത വർഷം ഈ സീസൺ ആകുമ്പോൾ വീണ്ടും ഇത് പൊടിച്ചു വരും. അന്ന് ഇഷ്ടം പോലെ പൂക്കളുണ്ടെന്ന് ഇവിടെ നല്ല ജനങ്ങൾ വന്ന് പറിച്ചോണ്ടങ്ങ് പോകും. ഒരുപാട് പേര് വരുന്നുണ്ട് ഇവിടെ പറിക്കാൻ. ഒരുപാട് പേര് വന്ന് പറിച്ചും തയ്യും കൊണ്ടുപോകണം. കൂടുതലും ഗുരുവായൂർ ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൽ, പിന്നെ ഇവിടെ പാമ്പറത്ത് വിഷ്ണുനാട്, ചെറിക്കര നാട്, അങ്ങനെ പല ക്ഷേത്രങ്ങളിൽ. ഗുരുവായൂരാണ് ഇഷ്ടം പോലെ കൊണ്ടുപോകണം. പിന്നെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ, അങ്ങനെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോകുന്ന. നമ്മളായിരിക്കും ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട്. പിന്നെ ഇവിടെ തൈപ്പൂ, പിന്നെ ഈ തുലാമാസത്തിൽ ഇതിന് എന്നും മുരുകൻ നടയിൽ, താഴത്തെ മുരുകൻ നടയിൽ ഒരേ ചുമട് ആളുകളൊന്ന് പറിച്ചുകൊണ്ട് പോകുമായിരുന്നു. ഇത് സാധാരണ ഈ വീടുകളിലൊക്കെ ഇപ്പോൾ താമര വളർത്തുന്നുണ്ടല്ലോ, ഇത് വീട്ടിൽ വളർത്തുന്ന ഇനമാണോ? ഇത് വളർത്തുന്നതല്ല, ഇത് വയലിൽ വന്നതാണ്, സ്വയം വന്നതാണ്. അല്ല, ഇത് വീട്ടിൽ മറ്റേ ബക്കറ്റിലും അതിലോ ടാങ്കിലോ കൊണ്ടിട്ടാ പിടിക്കോ? എന്ത് അതിന് കൊണ്ട് പോകുന്നുണ്ടല്ലേ? വിഷ്ണുവിടെ കൊണ്ടുപോയത് അവിടെ കുളത്തിലിട നമ്മൾ എടുത്തു കൊടുത്താൽ ഒരു കവർ നിറയെ. ഇവിടുത്തെ തൊളിയും ഇവിടുന്ന് എടുത്തോണ്ട് പോകുന്നുണ്ടല്ലേ? തൊളിയും ഇതും കൂടെ കൊണ്ടുപോകണം, എങ്കിലേ ഇത് പിടിക്കത്തുള്ളൂ. ഇതിപ്പോ അങ്ങനെയാണ്. ഇവിടെ ഒന്നും എല്ലാ ദിവസേന ഇത് പൂവിച്ചെന്നുണ്ടോ? ഇന്നലെ ആളുകൾ ഗുരുവായൂർ കൊണ്ടുപോയി. അല്ലാതെ ഇവിടെ പൂക്കടയിൽ കൊടുക്കാനായിട്ട് ദിവസേന പിച്ചുന്നുണ്ടോ? അതിവിടെ ആരും പറിക്കാതിരിക്കുമ്പോൾ ഞാൻ പിന്നെ കൊണ്ട് കൊടുക്കുന്നതാണ്. ഇവിടെ നിന്ന് പോവാതിരിക്കാം. ഇതിങ്ങനെ നിൽക്കല്ലേ. ഇതിപ്പോ ഇന്നലെ പറിച്ചതിന്റെ ബാക്കിയാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ ഇതിവിടെ നിന്ന് നാളാകുമ്പോ ഇത് പാഴിപ്പോവില്ലേ. അപ്പൊ അവിടെ കൊണ്ട് കൊടുക്കുമ്പോ അവര് ഇതൊക്കെ വിറ്റൊഴിയുമല്ല. ഇത് എപ്പോഴാണ് ഇത് വിരിയുന്നത്? എത്ര മണിക്കാണ് ഏകദേശം? അതിനെ പറ്റി നമ്മക്ക് അറിഞ്ഞൂടാ. രാവിലെ നോക്കിയിട്ടില്ല. രാവിലെ നമ്മളെ എഴുതി നോക്കുന്നത്. ഒരു പൂ വിരിഞ്ഞാൽ ഒരു ദിവസത്തേക്കേ നിൽക്കത്തുള്ളൂ അല്ലേ? 2 ദിവസം നിൽക്കും, പിന്നെ അങ്ങ് പൊഴിഞ്ഞു പോകും. അരിയായി നിൽക്കുന്നുണ്ട്. അരിയാവൂതിന് അരിയാവൂല്ലേ? അരി ഇട്ടാലും കിളിക്കൂലേ വിത്ത്? അരി ഇതൊക്കെ ഒരച്ചൊക്കെ ഇട്ട് പിന്നെ 1 വർഷം കഴിഞ്ഞൊക്കെ പിടിക്കത്തുള്ളൂ. അത് സമയം തൈ കൊണ്ട് വെച്ചതല്ല, അങ്ങനെയും കൂടെ ഉണ്ട്. അരി കൊണ്ടിട്ട് 1 വർഷം ചിലപ്പം പിടിക്കും, അത് കിളിപ്പിച്ചൊക്കെ വേണം ഇട്ട് പിടിക്കാൻ, അല്ലാതെ അതങ്ങനെ പിടിക്കത്തില്ല. നമ്മളെ വീട്ടിൽ നിൽക്കുന്നത് നിങ്ങളിപ്പം കൊണ്ടുപോയാലും നമുക്കാണ് ഇതിൻ്റെ പുണ്യം. എന്ത് നമ്മളെ മണ്ണിൽ നല്ല കൊണ്ടുപോകണം. നിങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ നമുക്കാണ് ഇതിൻ്റെ പുണ്യം.
നമുക്ക് സന്തോഷമില്ല. ആര് വന്നാലും നമ്മൾ തടസ്സം പറയത്തില്ല. നിങ്ങൾ കൊണ്ടുപോകെ വീട്ടുകളിൽ വെച്ച് പാടിക്കളയരുത്.